വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് സംബന്ധിച്ച് അധികൃതർ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ ഉഷയുടെ വയറിനുള്ളിൽ നിന്ന് കത്രിക കണ്ടെത്തിയ സംഭവം നിർഭാഗ്യകരമെന്ന് ആശുപത്രി സൂപ്രണ്ടും പ്രിൻസിപ്പളും വ്യക്തമാക്കി. കോവിഡ് കാലത്താണ് ശസ്ത്രക്രിയ നടന്നത്. ചികിത്സാ പിഴവ് പുറത്തു പറയരുതെന്ന് പറഞ്ഞിട്ടില്ലെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി. 2021 നടന്ന കോവിഡ് കാലത്ത് നടന്ന ഒരു സർജറിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അന്ന് നമ്മുടെ പുന്നപ്ര സ്വദേശിനിയായിട്ടുള്ള ഒരു സ്ത്രീയെ, അന്ന് 48 വയസ്സുള്ളൊരു സ്ത്രീയുടെ ചികിത്സയ്ക്ക് വന്നു. അവരുടെ പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് വയറ്റിൽ ഒരു വീർപ്പെന്നുള്ള, വയറ്റിലൊരു മുഴ പോലെ ഒരു പ്രശ്നം എന്നുള്ള രീതിയിലാണ് അവർ ചികിത്സയ്ക്ക് വന്നത്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 10/5/2021 അവർ ആദ്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് വരുന്നത്. അതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ അത് വയറ്റിലൊരു ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓവറിയുമായി ബന്ധപ്പെട്ടുള്ളൊരു മുഴയാണെന്ന് ഒരു സംശയമുണ്ടായി. വളരെ വലിയൊരു മുഴയാണെന്നുള്ള രീതിയിൽ കണ്ട് അവർ സർജറിക്ക് വിധേയയായി. 12/5/21 സർജറിക്ക് വിധേയയായി. സർജറി വളരെ വിജയകരമായിട്ട് തന്നെ പൂർത്തിയായി. ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും അതിന് ശേഷം അവർ 2 ദിവസം കൂടെ ആശുപത്രിയിൽ കിടന്ന് 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്ത് പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് പിന്നെ കൃത്യമായിട്ട് ഞങ്ങൾ രേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് ഇവിടെ ഫോളോ അപ്പിനൊന്നും വന്നതായിട്ടൊന്നും നമ്മുടെ രേഖകളിലൊന്നും കാണുന്നില്ല. പക്ഷെ കഴിഞ്ഞ ഒരു ദിവസം നടന്ന ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു യൂറോളജി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് അവർ നഗരത്തിലെ ഒരു യൂറോളജിസ്റ്റിനെ പോയി കാണുകയും അവിടെ നടത്തിയ ഒരു എക്സ്റേ പരിശോധനയിൽ വയറ്റിനുള്ളിൽ ഒരു മെറ്റാലിക് ഇൻസ്ട്രുമെൻ്റ്, ഒരു ആർട്ടറി ഫോഴ്സപ്സ് അത് കണ്ടെത്തുകയും ചെയ്തു. ബ്ലഡ് ഷുഗറൊക്കെ വളരെ കൂടുതലാണ്. മകൻ്റെ ജോലിയായി ബന്ധപ്പെട്ട് ലീവ് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ വന്നോളാം, സാവകാശം ഞങ്ങൾ വന്നോളാം എന്ന് പറഞ്ഞാൽ അവരിവിടെ നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത് അവരൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് അവർ രാത്രി തന്നെ പോയി എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്തുനിന്ന് ഇത് വളരെ ഗൗരവമായിട്ട് തന്നെയാണ് കാണുന്നത്. വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായി. കാരണം നമുക്കറിയാം, ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പ്രത്യേകിച്ചും കോവിഡ് കാലത്ത് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെർഷ്യറി കെയർ സെൻ്റർ ആയിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജ്. ഒത്തിരി പരിമിതികളുണ്ടെങ്കിൽ പോലും അന്ന് ഡോക്ടർമാർ ജോലി ചെയ്തത് ഈ PPE കിറ്റ് ഇട്ടും ഗോഗിൾസ് ധരിച്ചുമൊക്കെ വളരെ ലിമിറ്റേഷനിൽ നിന്നുകൊണ്ടാണ് അവരുടെ ജോലികളൊക്കെ ചെയ്തത്. ആ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്നുള്ളത് നിർഭാഗ്യകരമാണ്. അത് ഗൗരവമായിട്ട് തന്നെ എടുത്തു. 2 കാര്യങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. രാവിലെ തന്നെ അടിയന്തരമായിട്ട് പ്രിൻസിപ്പലും സൂപ്രണ്ടും RMOയും അടങ്ങുന്ന ഒരു സമിതി ഈ വിവരങ്ങൾ സംബന്ധിച്ച് ഒരു പ്രാഥമിക അന്വേഷണം നടത്തുകയും കേസ് ഷീറ്റുകളും മറ്റെല്ലാ രേഖകളും പരിശോധിച്ച് കിട്ടിയ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ഗവൺമെൻറ്റിൽ ധരിപ്പിക്കുകയും ചെയ്തു. ഒന്ന് കൂടാതെ കുറച്ചുകൂടി വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താനായിട്ട് ഒരു അന്വേഷണ സമിതിയെ നമ്മൾ രൂപീകരിച്ചു. അതേസമയം കഠിനമായ വേദനയിലൂടെയാണ് കഴിഞ്ഞ 5 വർഷം കടന്നുപോയതെന്ന് ഉഷയും മകനും പ്രതികരിച്ചു. എല്ലായിടത്തും എന്നെ കൊണ്ടുപോയി പാമ്പേഴ്സ് വെച്ചുണ്ടെങ്കിൽ നടക്കുന്നു. എന്റെ മോനെ എല്ലാ ഡോക്ടറും പറഞ്ഞു, എല്ലായിടും എന്നെ കൊണ്ടുപോയി. ജോലിക്കൊക്കെ പോകാറുണ്ടായിരുന്നു അതിന് ശേഷം? ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. ഇപ്പൊ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ വേദന ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഞാൻ പണിക്ക് പോകുന്നില്ല. അങ്ങനെ നാസർ ഡോക്ടറുടെ വീട്ടിൽ ചെന്നപ്പോ ഡോക്ടർ എന്റെ അടുത്ത് പറഞ്ഞ് പിന്നെ ഒന്ന് സ്കാൻ ചെയ്യാൻ പറഞ്ഞു. മൂത്തപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യെന്ന് പറഞ്ഞപ്പോ ഡോക്ടർ ഗുളികയൊക്കെ കുറിച്ച് തന്നു. വേദനയ്ക്ക് ഞാൻ ആ ഗുളികയും കഴിക്കും. പിന്നെ ഞാൻ എക്സ്റേ എടുക്കാൻ സ്കാൻ ചെയ്യാനായിട്ട് ചെന്നപ്പോ സ്കാൻ ചെയ്ത റിസൾട്ട് കിട്ടിയത് മൂത്രത്തിൽ കല്ലാണ്, മൂത്രസഞ്ചി കല്ലെന്നാ പറഞ്ഞത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് എന്നെ കൊണ്ട് പോകുന്ന എക്സ്റേ എടുക്കാൻ. ചൊവ്വാഴ്ച ചെന്ന് എക്സ്റേ എടുത്തപ്പോ പറഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് എടുക്കാൻ പറ്റത്തില്ല. ഇല്ല, ആരും അങ്ങനെ ബന്ധപ്പെട്ടൊന്നുമില്ല. KC വേണുഗോപാൽ സാറിന്റെ ഒരു ടീംസാണ് ഇവിടെ അറേഞ്ച് ചെയ്തതും അവരാണ് ഇങ്ങോട്ട് ഫുള്ള് റെഫർ ചെയ്യുന്നതും ഇല്ല. ഇത്രയും വലിയൊരു പ്രശ്നമാണല്ലോ. 5 വർഷമായിട്ട് നമ്മുടെ അകത്ത് ഒരാൾ, നമുക്കാണെങ്കിലും നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ആർക്ക് വന്നാൽ പോലും ഇത് ഭയങ്കര പ്രശ്നമാണ്. ഇത്ര നാൾ ഹോൾഡ് ചെയ്തിരുന്ന തന്നെ വലിയ കാര്യം. ഇതിനൊക്കെ വരുന്നത് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് മെയിൻ പ്രശ്നം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നമാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ വണ്ടാനത്തോട്ട് പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വണ്ടാനത്ത് പോകേണ്ട ഒരു ആവശ്യമില്ല. സ്വയമായിട്ട് നമ്മൾ വണ്ടാനത്ത് പോകുന്നത് ചിന്തിക്കുന്നതുകൊണ്ട് നമുക്ക് പൈസ ഇല്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കുമല്ലോ നമ്മൾ വണ്ടാനത്തോട്ട് പോകാൻ നോക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റിൽ പോയി ചെയ്താൽ പോരെ. ഇപ്പോഴും നമുക്ക് വണ്ടാനത്ത് പോകാനല്ലേ നമുക്കൊരു ഓപ്ഷൻ. അപ്പോൾ ഇവർ അത് അങ്ങനെയാണ്. ഈ സർജറി ചെയ്തതെല്ലാം അവരുടെ വീട്ടിൽ പോയി കൺസൾട്ട് ചെയ്ത് അവരുടെ ഫീസ് കൊടുത്തിട്ടാണ് നമ്മൾ കൺസൾട്ട് ചെയ്തത്. ലളിതാംബിക ഡോക്ടറിന്റെ വീട്ടിൽ പോയി നമ്മള്. ലളിതാംബിക ആലപ്പുഴയിലെ പോയി പൈസ കൊടുത്തിട്ട് തന്നെയാണ് ചികിത്സിച്ചത്. അവരുടെ വീട്ടിൽ പോയിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ് ഇവർ അങ്ങോട്ട് റെഫർ ചെയ്തതും നമ്മളങ്ങോട്ട് കൊണ്ടുപോയതും എല്ലാം.
വിദഗ്ധ സംഘം അന്വേഷിക്കുമെന്നാണ് ആരോഗ്യമന്ത്രിയുടെ മറുപടി. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചതായും തെറ്റുകാരെ സസ്പെൻഡ് ചെയ്യുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് DMEക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ വേദനയുണ്ടാക്കുന്ന ഒരു സംഭവമാണ്, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശദമായിട്ടുള്ള വിദഗ്ധ ഡോക്ടേഴ്സ് ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിദഗ്ധ സമിതി രൂപീകരിക്കാൻ DMEയോട് ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിന്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഒരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വകുപ്പ് എന്നുള്ള നിലയിൽ സ്വീകരിക്കേണ്ടതായിട്ടുള്ള നടപടികൾ അപ്പോൾ അന്വേഷണ വിധേയമായി ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആരൊക്കെയാണ് റിട്ടയർ ചെയ്ത് പോയിട്ടുള്ളത്, ഇപ്പോൾ സർവീസിൽ ആരെങ്കിലും ഉണ്ടോ, അപ്പോൾ ഇത് പരിശോധിച്ച് സർവീസിലുള്ളവരെ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തന്നെ ഡോക്ടേഴ്സ് അവിടേക്ക് തിരിച്ചിട്ടുണ്ട്, വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ ഈ വ്യക്തിയുടെ മകനുമായിട്ട് സംസാരിച്ചിരുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പോൾ വിവരങ്ങൾ ഞാൻ നേരിട്ട് ചോദിച്ചറിഞ്ഞു. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുത്ത റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ ഈ അവിടെ നിന്ന് നമുക്ക് ലഭിച്ച രേഖകൾ 10/5/2021 അവിടെ അഡ്മിറ്റ് ചെയ്തതായിട്ട് കാണുന്നത്. 12/5/2021 സർജറി നടന്നതായിട്ടാണ് കാണുന്നത്. 15-ാം തീയതി ഡിസ്ചാർജ് ചെയ്തു. അപ്പോൾ കുടുംബവുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതിനു മുൻപ് ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബ അംഗങ്ങൾ പറഞ്ഞത്. മകൻ പറഞ്ഞത് പലതവണ വീട്ടിൽ പോയി ഡോക്ടറെ കണ്ടു എന്നുള്ളതും പറഞ്ഞു. അപ്പോൾ അക്കാര്യങ്ങൾ ഉൾപ്പെടെ കൃത്യമായിട്ട് അന്വേഷിക്കുകയും അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു ദാക്ഷിണ്യം ഇതിൽ ഉണ്ടാവില്ല എന്നുള്ളത് വളരെ കർശനമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഉറപ്പാക്കപ്പെടും. ഞാനിപ്പോ മാധ്യമ പ്രവർത്തകർ പറഞ്ഞു കേട്ടത് ഡോക്ടർക്ക് ഇങ്ങനെ ഒരു കേസ് ഓർമ്മയില്ല, പക്ഷെ ചെയ്തില്ല എന്ന് ഓർമ്മയുണ്ട്. അതെങ്ങനെയാണ്? ഇങ്ങനെ ഒരു കേസ് നടന്നിട്ടില്ല, ഞാൻ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ ഈ കേസ് ഓർമ്മയില്ല. അത് എങ്ങനെയാണ് സാധ്യമാവുക? ഇതേ ഡോക്ടറെ തന്നെ വീട്ടിൽ പോയി കണ്ടതായിട്ട് മകൻ പറയുന്നു. ശ്രീമതി ഉഷ ജോസഫിന്റെ മകൻ പറയുന്നു പല തവണ ഈ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ നോൺ പ്രാക്ടീസിങ് അലവൻസ് വാങ്ങിക്കുന്ന ഡോക്ടേഴ്സ് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. അങ്ങനെ ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ട് അതായത് സർജറിക്ക് വേണ്ടിയിട്ടാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഇനി ചോദിച്ച കാര്യത്തിലേക്ക് ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ്. ഇനി അങ്ങനെ ഒരു സ്ക്രബ്നേഴ്സ് ഇല്ലാതെ ആരൊക്കെയാണിത് ഈ ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈനാണ് ഈ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സർജറി തുടങ്ങുന്നതിന് മുമ്പ് അതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയർ സ്ക്രബ് നേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട ആളാണ്, ഡോക്ടർ ഉത്തരവാദിത്തപ്പെട്ട ആളാണ്. അപ്പൊ സ്ക്രബ് നേഴ്സ് ഇല്ലാതെ ഒരു സർജറി നടക്കില്ല, ഒരിടത്ത് നടക്കില്ല. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ ഈ സംവിധാനങ്ങളോട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സ്ക്രബ് നേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഇതിനകത്തുണ്ട് എന്നുള്ളത് ആ കാര്യങ്ങൾ പരിശോധിക്കുക. ഡോക്ടറും ഇത് നോക്കണം. ഇത് ഡോക്ടറിന്റെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമാണ്. സ്ക്രബ് നേഴ്സ് ഇത് ചെയ്യുന്ന കാര്യങ്ങൾ അതിന്റെ ഉത്തരവാദിത്വം ഡോക്ടറിന്റെ കൂടിയാണ്. സർജറിക്ക് ശേഷവും ഡോക്ടറുടെ ഉത്തരവാദിത്വമുണ്ട്, അതിനുശേഷം ആ നഴ്സിന്റെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഏറ്റവും എളുപ്പം പറയാവുന്ന കാര്യം
അതേസമയം ആരോഗ്യവകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കി ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ രംഗത്തെത്തി. സിസ്റ്റത്തിന്റെ പിഴവാണ് സംഭവിച്ചത്. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലെന്നും ഡോക്ടർ പറഞ്ഞു. അല്ല, അത് സ്ക്രബ് നേഴ്സ് മാത്രമേ ഉള്ളൂ, അവിടെ ഫ്ലോർ നേഴ്സ് ഇല്ല. സ്ക്രബ് നേഴ്സ് സാധാരണ എല്ലാ കേസും നമ്മൾ ചെയ്യുന്ന കേസിനൊക്കെ സീനിയർ മോസ്റ്റ് സിസ്റ്റർ ആണ് കേറുന്നതും. എന്ന് പറഞ്ഞാൽ കുറച്ച് ഉത്തരവാദിത്വം ഒക്കെ ഉള്ള സിസ്റ്റേഴ്സ് ആണ് കേറുന്നതും ഇടുന്നതും. അപ്പം മറ്റേ ഈ ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്നത് അവിടെ ഇല്ല കേട്ടോ. എന്ന് പറഞ്ഞാൽ ഒന്നും അതൊരു പോരായ്മ അവിടെ ഉണ്ടായിരുന്നു. സ്റ്റാഫ് കുറവായതുകൊണ്ടായിരിക്കും. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയയിലാണ് ഉപകരണം കുടുങ്ങിയത് എന്ന് എങ്ങനെ പറയാനാകുമെന്നായിരുന്നു ഗൈനക്കോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ ലളിതാംബികയുടെ പ്രതികരണം. ഉഷ വേറെയും ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിട്ടുണ്ടെന്നും ഡോക്ടർ ലളിതാംബിക പറയുന്നു. ഡോക്ടറാണോ അന്ന് ഈ സർജറി ചെയ്തത്? അല്ല, ഞാനല്ല ചെയ്തത്. അല്ലാന്ന് 100% എനിക്കറിയാം. ഞാനല്ല, ഞാൻ റിട്ടയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നെയാണ്. അതുകൊണ്ട് വലിയ കേസുകളൊന്നും ഞാനന്ന് ചെയ്തിട്ടില്ല. കൺസൾട്ട് ചെയ്തെന്ന് പറയുന്നുണ്ട്. കൺസൾട്ട് ചെയ്ത് ഞാൻ യൂണിറ്റ് ചീഫ് ആകുമ്പോൾ നാച്ചുറലി എല്ലാവരും യൂണിറ്റ് ചീഫിന്റെ പേരല്ലേ പറയത്തുള്ളൂ. അന്ന് കോവിഡ് ആയതുകൊണ്ട് കോവിഡ് റിലേറ്റഡ് മീറ്റിങ്ങുകളും ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. നമുക്ക് കോവിഡ് റിലേറ്റഡ് ഒത്തിരി കാര്യം ചെയ്യാനുള്ളതുകൊണ്ട് ഞാൻ അതിൽ ഇൻവോൾവ് ആയിരുന്നു. അപ്പൊ അന്ന് ഒരുപാട് ഓപ്പറേഷനുകൾ ചെയ്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട് പറയുന്നത്. ശരിക്കും ഇൻസ്ട്രുമെന്റ്സിന്റെ എണ്ണം ആദ്യം ഒരു ബോർഡിൽ എഴുതണം, ഒരു സ്ക്രബ്നേഴ്സ്. പിന്നെ കഴിയുമ്പോഴും ഇൻസ്ട്രുമെന്റ് എണ്ണം ചെക്ക് ചെയ്യണം. പക്ഷേ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ എന്റെ അറിവിൽ അടുത്തോളം ഫ്ലോർ നേഴ്സ് സ്റ്റാഫ് ഉണ്ടാവാറില്ല. ഈ ഓപ്പറേഷനിലാണ് വന്നതെന്നുണ്ടോ? ഇല്ല, കാണത്തില്ല. അത് ഒമന്റെ എല്ലാം കൂടെ മോളിൽ കയറി നമ്മൾ കാണാം. ഇതിനു മുമ്പ് ഓപ്പറേഷൻ 20 വർഷം മുമ്പാണ്. അപ്പൊ അതിലൊരു കാര്യം ഇപ്പൊ പക്ഷെ 20 വർഷം മുമ്പല്ല, 30 അനങ്ങാതിരിക്കായത്. പാക്ക് ഇരിക്കാം, ഇതും ഇരിക്കാം. പിന്നെ വേറെ ഒന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അവര് പോയത് ഇതിനൊന്നുമല്ല, അവർക്ക് മൂത്രത്തിൽ കല്ലിന്റെ അസുഖത്തിന് അതിന്റെ വേദന. പ്രസ് മീറ്റ് നടക്കുന്നതിനിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി. ഡോക്ടർമാരുടെ മുഖം മറച്ച് മേശപ്പുറത്ത് കയറിയിരുന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ, ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരും. ശരണ്യ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ആശുപത്രി സമ്മതിച്ചു കഴിഞ്ഞു അവിടെ ഈ പറഞ്ഞതുപോലെ പിഴവ് പറ്റി എന്നുള്ളത്. രണ്ടാമത്തേത്, ഡോക്ടറുടെ ഭാഗത്ത് ആശുപത്രി സിസ്റ്റവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, ജീവനക്കാരുടെ അഭാവം. ഒപ്പം ആരോഗ്യമന്ത്രി അടക്കം ചികിത്സ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിലത്തെ വിവരം? ഇത്തരം പിഴവുകൾ ആവർത്തിക്കാതിരിക്കാൻ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അധികൃതർ? രഞ്ജിത്ത്, 2024 മുതൽ ഈ ശസ്ത്രക്രിയയ്ക്ക് ഒരു പ്രത്യേക ഷീറ്റ് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളെ കാണിച്ചു. അതായത് ശസ്ത്രക്രിയയ്ക്ക് മുമ്പ് പങ്കെടുക്കുന്ന ഡോക്ടർമാർ, ഒപ്പം തന്നെ അതിനകത്ത് പാലിക്കേണ്ട പ്രോട്ടോകോൾസ്, അത് ഒരു കോളത്തിൽ അത് സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ അത് പരിശോധിച്ച് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ശസ്ത്രക്രിയ നടക്കുന്ന സമയത്തെ കാര്യങ്ങൾ മാർക്ക് ചെയ്യണം. അതിനോടൊപ്പം തന്നെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ, ഈ ഒരു കാര്യങ്ങൾ 3 കാര്യങ്ങളും കൃത്യമായി റെക്കോർഡിക്കലായി മാറ്റണം എന്നുള്ളതാണ്. ഇപ്പോൾ 2024 മുതലാണ് അത് പാലിച്ചു വരുന്നത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടായ ഡോക്ടർ ഹരികുമാർ നമ്മളോട് വ്യക്തമാക്കിയത്. പക്ഷേ അതിനു മുൻപ് ഈ ശസ്ത്രക്രിയ നടന്ന സമയത്ത് 2021 ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഒന്ന് കോവിഡ് സമയമായിരുന്നു, അതുകൊണ്ട് സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഡോക്ടർ സൂപ്രണ്ട് തന്നെ സ്ഥിരീകരിക്കുന്നു. മാത്രമല്ല ഈ അവിടെ അന്ന് സർജറിക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഈ ഡോക്ടർ ലളിതാംബികയായിരുന്നു യൂണിറ്റിന്റെ ഹെഡ്. ഡോക്ടർ ലളിതാംബിക റെഫർ ചെയ്ത പേഷ്യന്റുമാണ്. അവരെ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിട്ടുണ്ട് എന്നും പണം നൽകി ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ടുള്ള പണം നൽകിയതടക്കമുള്ള കാര്യങ്ങൾ ഈ ഉഷയുടെ മകൻ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ലളിതാംബികയുടെ അണ്ടറിലാണ് ഇവര്, ആ യൂണിറ്റിന്റെ ഹെഡ് കൂടിയായ ലളിതാംബികയുടെ അണ്ടറിലാണ് ഇവരുടെ ശസ്ത്രക്രിയ അവിടെ നടക്കുന്നത്. 3 ഗൈനക്കോളജിസ്റ്റുകൾ, ഡോക്ടർ ഷാഹിദ ഉൾപ്പെടെ 3 ഗൈനക്കോളജിസ്റ്റുകൾ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ അവിടെ അനസ്തേഷ്യ ഡോക്ടർ, ഒപ്പം ഈ നഴ്സുമാർ, ഇത്രയും പേർക്ക്
ആ യൂണിറ്റിന് മുഴുവൻ, അതായത് ആ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ യൂണിറ്റിനും ഇതിൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡോക്ടർ ലളിതാംബിക പറഞ്ഞതുപോലെ അവർ ശസ്ത്രക്രിയ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരെ വീട്ടിൽ ചെന്ന് കണ്ട പേഷ്യൻ്റാണ്. ഒപ്പം തന്നെ അവര് ഈ പറഞ്ഞ പോലെ ആ യൂണിറ്റിന്റെ ഹെഡുമാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ആ യൂണിറ്റിന്റെ ഹെഡിനും ഒപ്പം തന്നെ ആ 3 ഗൈനക്കോളജിസ്റ്റുകളും അനസ്തേഷ്യയും ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ, പിന്നെ ഇത് റെക്കോർഡിക്കലായിട്ട് രേഖപ്പെടുത്തിയ നേഴ്സ്, ഇവർക്ക് ഇതിന്റെ ചുമതലയുണ്ട്. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ആർക്കും മാറാൻ കഴിയില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ആലപ്പുഴ RMOയുടെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഇന്ന് ഈ കാര്യങ്ങൾ പരിശോധിച്ചു. പലരെയും ഓൺലൈനായാണ്, കാരണം ഒട്ടുമിക്ക ആളുകളും എല്ലാവരും സ്ഥലം മാറിപ്പോയി എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ഓൺലൈനിൽ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. ഒപ്പം തന്നെ ഇന്നിപ്പോൾ റിപ്പോർട്ട് DMEക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഈ നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതിൽ സ്റ്റാഫ് ഷോർട്ടേജ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റൊന്ന്, ഈ ഉഷയ്ക്ക് നടത്തിയത് ഗർഭാശയം നീക്കം ചെയ്യുന്ന ശസ്ത്രക്രിയയായിരുന്നു. അപ്പോൾ ആ ഭാഗത്ത്, നല്ല ആഴമുള്ള ഭാഗത്ത് 6 സെന്റിമീറ്റർ നീളത്തിലുള്ള ശസ്ത്രക്രിയ ഉപകരണം, 6 സെന്റിമീറ്റർ അല്ല, ഈ ഏകദേശം നമ്മളുടെ ഈ കൈയുടെ നീളമുള്ള ഒരു ശസ്ത്രക്രിയ ഉപകരണമാണ് അതിനകത്ത് പോയിട്ടുള്ളത് എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വ്യക്തമാക്കിയത്. മാത്രമല്ല, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. ഇത് പറ്റിപ്പോയ സംഭവമാണ്. അത് തീർച്ചയായും ഇത് എത്ര ന്യായീകരിച്ചാലും അത് ന്യായീകരിക്കാൻ കഴിയാത്ത വിഷയം തന്നെയാണ്. മൂർച്ചയല്ലാത്ത ഉപകരണമാണ്, സ്റ്റെറിലൈസ് ചെയ്യപ്പെട്ട സ്റ്റീലാണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇങ്ങനെ ഒരു ഉപകരണം വയറിനകത്ത് അകപ്പെട്ടു പോവുകയും അത് എവിടെയും പിടുത്തമില്ലാതെ ഒഴുകി നടക്കുന്ന സാഹചര്യത്തിൽ നിൽക്കുകയും ചെയ്യുന്നത് അവർക്കത് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് തന്നെയാണ് എത്തുന്നത്. പക്ഷെ അതേസമയം ഇപ്പോൾ ഈ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയത് മൂത്രത്തിൽ കല്ലുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാണ്, ബ്ലീഡിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക്, യൂറിനിലൂടെയാണ് ബ്ലീഡിംഗ് ഉണ്ടായതെന്ന് പറയുന്നു. അത്തരം കാര്യങ്ങളിലേക്ക് എത്തിച്ചത് ഇതാണെന്ന് പറയുന്നു. പക്ഷെ അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം, ആരോഗ്യരംഗത്ത് ഏറ്റവും അധികം വിമർശനങ്ങൾ കേൾക്കുന്ന ആശുപത്രിയാണ് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി. അതോടൊപ്പം തന്നെ ഈ ആശുപത്രി സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 5 വർഷക്കാലമായി ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ചില്ലറയല്ല. ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് വേദിയാകുന്ന, നമ്മൾ തന്നെ നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇടമായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് മാറിയിട്ടുണ്ട്. ഒരുപക്ഷെ മറ്റു ജില്ലകളിലെ ജനറൽ ആശുപത്രികൾ പോലും ഇതിലും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ ഡോക്ടർ ഹരികുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിലവിൽ ഇത് സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുന്നെന്ന് പറയുമ്പോഴും അവർക്ക് ഒന്നും കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉള്ള ഇടം തന്നെയാണ് ഇവിടെ എന്നുള്ളതാണ്. അത് ആ രീതിയിൽ തന്നെ ഇത്രയധികം സൗകര്യങ്ങൾ ഉണ്ടായിട്ടും രോഗികൾക്ക് മെച്ചപ്പെട്ട ഒരു സംവിധാനം ലഭിക്കാതെ പോകുന്ന ഒരവസ്ഥ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം ഈ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ചത്തേക്ക് അത് മാറ്റാമെന്ന് പറഞ്ഞത് വീട്ടുകാരുടെ കൂടി അതിന്റെ ഒരു സമയക്രമം പാലിച്ചുകൊണ്ടാണ്, വീട്ടുകാരുടെ കൂടി ഉള്ള ഒരു അനുയോജ്യമായ സമയം കണക്കിലെടുത്താണ് എന്നൊക്കെയാണ് ഡോക്ടർ വിശദീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഈ സംഭവത്തിനകത്ത് പാളിച്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അടക്കം നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഉഷയുള്ളത് എറണാകുളത്തെ ആശുപത്രിയിലാണ്. വലിയ പ്രതിഷേധങ്ങൾക്കായിരുന്നു ഇന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് വേദിയായത്. ശരി, ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ വയറ്റിൽ കത്രിക കണ്ടെത്തിയ സംഭവത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാകുമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ സമ്മതിച്ചത്. ഡോക്ടർ ലളിതാംബിക യൂണിറ്റ് ഹെഡായിരുന്ന സമയത്താണ് ശസ്ത്രക്രിയ നടന്നത്. ഡോക്ടർ ഷാഹിദയാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത്. യൂണിറ്റിന് മുഴുവൻ വീഴ്ചയിൽ ഉത്തരവാദിത്തമുണ്ടെന്നും സൂപ്രണ്ട് ന്യൂസ് 18നോട് പറഞ്ഞു. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയായ സ്ത്രീയുടെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയ ഉപകരണം കണ്ടെടുത്ത സംഭവം വലിയ വിവാദമായിരിക്കുകയാണ്. ആ സംഭവങ്ങളോട് പ്രതികരിക്കുകയാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ A. ഹരികുമാർ. സർ, നമസ്കാരം. വലിയ വിവാദമായിരിക്കുകയാണ് ഇവിടെ ശസ്ത്രക്രിയ ചെയ്ത ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്നും ഒരു ശസ്ത്രക്രിയ ഉപകരണം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളത്. ആശുപത്രിയുടെ ഒരു വിശദീകരണം എന്താണ്? വളരെ വിഷമകരമായ ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. അതായത് 2021 5-ാം മാസം 10-ാം തീയതിയാണ് ഈ പേഷ്യൻ്റ് ഇവിടെ അഡ്മിറ്റ് ആകുന്നത്. ഇത് ഗൈനക്കോളജി വിഭാഗം HOD മേധാവി, അന്നത്തെ മേധാവിയുടെ യൂണിറ്റിലാണ് അഡ്മിറ്റ് ആകുന്നത്. ലളിതാംബികയാണോ? അതെ, അന്ന് ഡോക്ടർ ലളിതാംബിക മാഡമാണ്. വയറിൽ ഒരു സ്കാനിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മുഴയാണ്. അത് നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള സർജറിക്ക് പോസ്റ്റ് ചെയ്തു. 12/5/2021 ഓപ്പറേഷൻ ചെയ്തു. ഏകദേശം 3.2 kg തലയോളം നിന്ന് മഴയാണ് നീക്കം ചെയ്തത്.
അപ്പോൾ അന്നത്തെ കേസ് ഷീറ്റ് പരിശോധിച്ചപ്പോൾ മാഡത്തിൻ്റെ യൂണിറ്റിലാണെങ്കിൽ മാഡത്തിൻ്റെ യൂണിറ്റിൻ്റെ അസിസ്റ്റൻസുകളാണ് ഈ കേസ് ചെയ്തിരിക്കുന്നത്. 3 ഡോക്ടർമാർ അതിനകത്തുണ്ട്. 3 സർജന്മാരാണ് സാർ, 3 ഗൈനക്കോളജിസ്റ്റുകളാണ്. അതിൽ ഒരു സീനിയർ റെസിഡൻറ്റ്, ഒരു PG ഉൾപ്പെടുന്നുണ്ട്. പിന്നെ അടുത്തത് അനസ്തീഷ്യ ടീം, സ്ക്രബ് നഴ്സ്, തിയേറ്റർ ഇൻചാർജ് സിസ്റ്റർ, ഇത്രയും പേരുടെ നേതൃത്വത്തിലാണ്. ഇപ്പോൾ ഓപ്പറേഷന് ശേഷവും ഇവർ കാര്യങ്ങൾ ഓപ്പറേഷന് സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇടയ്ക്ക് ബ്ലഡൊക്കെ കൊടുക്കേണ്ടി വന്നെങ്കിലും ഓപ്പറേഷൻ വിജയകരമായിരുന്നു. ഓപ്പറേഷന് ശേഷവും ഓപ്പറേഷൻ നോട്ട്സ് പറയുന്നത് എല്ലാ കൃത്യമായ കൗണ്ടുകളല്ല, ഇൻസ്ട്രുമെൻസിൻ്റെയും വൈപ്സിൻ്റെയും മോപ്സിൻ്റെയൊക്കെ കൗണ്ട് കൃത്യമായി നോക്കിയതിന് ശേഷം തന്നെയാണ് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഓപ്പറേറ്റീവ് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റിയത്. അതായത് ശസ്ത്രക്രിയ ചെയ്ത സമയത്ത് ഉണ്ടായിരുന്ന ശസ്ത്രക്രിയയ്ക്ക് മുമ്പും അതിനുശേഷവും ഉണ്ടായിരുന്ന ഉപകരണങ്ങളെ കൗണ്ട് ചെയ്ത് അത് കറക്റ്റാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് നഴ്സസ് നോട്ട്സും പിന്നെ കേസ് ഷീറ്റും അന്നത്തെ കേസ് ഷീറ്റും പരിശോധിച്ചപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അത് കൃത്യമായി തന്നെ ചെയ്തത്. പിന്നെ അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ശസ്ത്രക്രിയയ്ക്ക് കോവിഡ് സമയത്താണ് സർജറി നടന്നത്. ശസ്ത്രക്രിയയ്ക്ക് കയറ്റുന്നതിന് മുമ്പും അതിനുശേഷവും ഇത് റെക്കോർഡിക്കലായിട്ട് എന്തൊക്കെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് രേഖപ്പെടുത്താറുണ്ട്. അത് സ്റ്റാഫിലെ ഫ്ലോർ നേഴ്സിനും അതിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ രേഖപ്പെടുത്താനുള്ള ആളുകൾ ഷോർട്ടേജ് പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരു ഷോർട്ടേജ് ഇവിടെ ഉണ്ടായിരുന്നോ? അല്ല, ഷോർട്ടേജ് ഉണ്ടായിരുന്നു, തീർച്ചയായും ഷോർട്ടേജ് ഉണ്ടായി. കാരണം കോവിഡ് കാലമായിരുന്നു, കോവിഡിൻ്റെ 2ാം ഘട്ടമായിരുന്നു, ഷോർട്ടേജ് ഉണ്ടായിരുന്നു. അപ്പം സ്ക്രബ് നഴ്സ് തന്നെ വളരെ കുറവായിരുന്നു. ആ ഒരു നഴ്സ് തന്നെയാണ് ഈ മേജർ കേസിനും പിന്നെ അത് കഴിഞ്ഞുള്ള 2 എമർജൻസി കേസുകൾക്കും പരിചരിക്കുന്നത്. അപ്പോൾ ആ സമയത്തുള്ള കേസിന് കയറുമ്പോൾ PP കിറ്റ്, ഗ്ലൗസ്, മാസ്ക് ഇതെല്ലാം ഇട്ട് ഒരു വല്ലാത്ത രൂപത്തിലാണ് നമ്മൾ സാധാരണ നോർമലി കയറുന്നത് പോലെയല്ല. കോവിഡ് ആശുപത്രിയായിരുന്നു. അതിനുശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ നമ്മുടെ ഇൻചാർജ് സിസ്റ്റം സഹായിക്കാനാണ്. ഇപ്പോൾ ഈ ഫ്ലോർ നഴ്സ് എന്നുള്ള സംവിധാനം നമുക്ക് പാലിക്കാൻ പറ്റുന്നില്ല. കാര്യം സ്റ്റാഫ് അത്ര ഇല്ല, 1-2 പേരെ ഡ്യൂട്ടി കാണത്തുള്ളൂ. അത് വെച്ചാണ് നമ്മൾ ഇത്രയും മാക്സിമം കേസുകൾ മാനേജ് ചെയ്ത് പോയിരുന്നത്. അവരിവിടെ ആശുപത്രിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞിരുന്നു. ഈ പേഷ്യൻ്റ് കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. ഡോക്ടർ നാസറിനെ കണ്ടിരുന്നു. അപ്പോൾ ഇത് സ്കാനിങ്ങിൽ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും സർ സ്കാനിങ്ങിൽ കണ്ടെത്തുന്നത്? അത് സ്കാനിങ്ങിൽ കണ്ടെത്തേണ്ടതാണ്, എന്താണെന്ന് പറഞ്ഞുകൂടാ. പിന്നെ അതേശം എക്സ്റേയിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതെ. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഈ അതിൽ തന്നെ എനിക്ക് കൗതുകകരമായി തോന്നിയ ഡോക്ടർ ലളിതാംബികയുടെ ഒരു വിശദീകരണമാണ്. അതായത് ഇത് എത്ര നാൾ വയറ്റിലിരുന്നാലും കുഴപ്പമില്ല, 20 മുതൽ 50 വർഷം വരെയൊക്കെ വയറ്റിലിരുന്നാലും ഇങ്ങനൊരു ഉപകരണം വരുന്നതെന്ന് വെച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് വിശദീകരിക്കുമ്പോൾ അങ്ങനെയാണോ? അതെ, ഇത് മാഡം പറഞ്ഞതിനകത്തൊരു കാര്യമുണ്ട്. കാരണം ഇതൊരു ഹൈ എൻഡ് സ്റ്റീൽ മെയ്ഡ് ഫോസപ്സ് ആണ്. ഇത് കത്രിയല്ല. ഇത് ടെമ്പററി ആയിട്ട് ബ്ലഡിനെ നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ടിഷ്യൂ ഹോൾഡ് ചെയ്യാനും വേണ്ടിയൊക്കെ ഉള്ള ഒരു ഫോസപ്സ് എന്നാണ്, ആർട്ടറി ഫോസപ്സ്. ഈ ആർട്ടറി ഫോസപ്സ് സ്റ്റെറൈലാണ്. സ്റ്റെറൈൽ പ്രിപ്പറേഷനിൽ തന്നെയാണ് നമുക്ക് കേസിന് കിട്ടുന്നത്. അപ്പം നമ്മുടെ ഉദാഹരണത്തിന് നമ്മുടെ കൈ ഒടിയുമ്പോൾ കമ്പിയും സ്ക്രൂ ഇടത്തില്ലേ, അത് വർഷങ്ങളോളം ഇരിക്കാം, അത് ബോഡിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. അതേപോലെ തന്നെയാണ് ഇത് ഇതിനകത്ത് ഉൾപ്പെട്ടു പോയത്. എങ്ങനെ ഉൾപ്പെട്ടതായിരിക്കും എന്നാണ് സാർ? അതാണ് അതായത് ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മളൊരു സാധനം സ്ക്രൂ ചെയ്ത് വെക്കുന്ന പോലെ അല്ല ഒരു സാധനം യാതൊരുവിധ ഹോൾഡും ഇല്ലാതെ കിടക്കുക എന്ന് പറയുമ്പോൾ ഈ കൗണ്ടുകൾ കൃത്യമായിട്ട് നോക്കുകയും പരിശോധിക്കുകയും ഓപ്പറേഷൻ ശേഷവും ചെയ്ത് കാണും. പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ചിലപ്പോൾ അറിയാതെ എടുത്തത് അത് മിസ്സാകുന്നതാണ്. ഈ ബ്ലഡും ഇത് ഫാറ്റും ഇതൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ഇരിക്കും, അറിയത്തില്ല. അത് ഇപ്പോൾ ഈ പേഷ്യൻറ്റിന് വന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലവിൽ ഇതുകൊണ്ടുള്ള പ്രശ്നമാണെന്ന് തോന്നുന്നില്ല. പക്ഷേ യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. മൂത്രത്തിൽ കല്ല്, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ, ബ്ലഡ് പോകുന്ന അങ്ങനെ രക്തസ്രാവം ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അതെ, ബ്ലഡ് ഇൻ യൂറിൻ കണ്ടെന്ന്, രക്തസ്രാവമല്ല ഉദ്ദേശിക്കുന്നത്. യൂറിനകത്ത് ബ്ലഡ് കണ്ടെത്തി. അതുകൊണ്ടാണ് യൂറോളജിസ്റ്റ് കണ്ടതും ഈ സ്കാൻ ചെയ്തതും എക്സ്റേ എടുത്തപ്പോഴാണ് ഇങ്ങനൊരു സംഭവം കണ്ടത്. സാറേ, ഇനി അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഡോക്ടർ ലളിതാംബിക ആയിരുന്നു ആ യൂണിറ്റിൻ്റെ ചാർജ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ 3 സർജന്മാർ കയറിയിരുന്നു എന്ന് പറയുന്നു, 2 നഴ്സുമാർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഡോക്ടർ ലളിതാംബിക ഉൾപ്പെടെയുള്ള ആ യൂണിറ്റിന് മുഴുവൻ ഈ വിഷയത്തിൽ റെസ്പോൺസിബിൾ ആണോ, ഉത്തരവാദിത്തമുണ്ടോ അവർക്ക്? റെസ്പോൺസിബിലിറ്റി ഇല്ലയെന്ന് പറയാൻ പറ്റത്തില്ല, റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ ഇനി എന്താണ് ഇതിൻ്റെ ഒരു ഫർദർ നടപടി എന്താണ്? നമ്മളിപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ അവർ എൻക്വയറി നടത്തുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ ഓപ്പറേഷനകത്ത് ബന്ധപ്പെട്ട് ഉള്ള ഡോക്ടേഴ്സ്, നഴ്സുമാരും ആയാലും പലരും ഇപ്പോൾ നിലവിൽ ഇല്ല, ഇവിടെ ഈ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരല്ല. ഓക്കെ, അപ്പോൾ അതിൽ ചില ഡോക്ടർ റിട്ടയർ ആയിപ്പോയി, ലളിതമ്മയാടും റിട്ടയർ ആയിപ്പോയി. മറ്റു ഡോക്ടർ പല സ്ഥലങ്ങളിലായി, ബാക്കിയുള്ളവർ 3 പേരും പല സ്ഥലങ്ങളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ഓൺലൈനായിട്ട് തന്നെ അവരുടെ മൊഴികൾ എടുത്ത ശേഷം നമുക്ക് ആ റിപ്പോർട്ട് ഇന്ന് തന്നെ നമുക്ക് ഒരു 12 മണിക്ക് മുന്നേ തന്നെ നമുക്ക് പ്രിൻസിപ്പൽ കൈമാറും. പ്രിൻസിപ്പൾ അത് DME കൈമാറും. DME ഗവൺമെൻറ്റിൽ പോയിട്ട് എന്തെന്ന് വെച്ചാൽ നടപടികൾ അവിടെ നിന്ന് വരുന്നു.
ഇതിനകത്ത് ഇപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ച പോലെ ശസ്ത്രക്രിയയിൽ പങ്കെടുക്കാത്ത ആളാണല്ലോ ഡോക്ടർ ലളിതാംബിക. അപ്പോൾ എങ്ങനെയാണ് ഓരോ ഡോക്ടേഴ്സിൻ്റെയും ഓരോ ആളുകളുടെയും ഇതിൻ്റെ ഉത്തരവാദിത്തം വരുന്നത് എങ്ങനെയാണ്? അതെ, ഈ ഡോക്ടറിൻ്റെ യൂണിറ്റിലാണ് ഡോക്ടർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ഈക്വലി റെസ്പോൺസിബിളാണ്. അറ്റൻഡ് ചെയ്ത ഡോക്ടേഴ്സ് എന്തായാലും റെസ്പോൺസിബിളാണ്. അതിൻ്റെ മേലോട്ടുള്ള യൂണിറ്റ് ചീഫിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി, അത് നിയമമല്ലേ, ലീഗലി അത് അസസ് ചെയ്യേണ്ടി വരും. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു കേസ് വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇനി അത് മെഡിക്കൽ ബോർഡാണോ ഇതിനകത്ത് വരുന്നത്? മെഡിക്കൽ ബോർഡ് വരും. ഇപ്പം ഞാനൊരു കേസ് അനസ്തീഷ്യ കൊടുക്കുന്നു, ഞാൻ അനസ്തറ്റിസ്റ്റാണ്, ഞാൻ അനസ്തീഷ്യ കൊടുക്കുന്ന സമയത്ത് ഞാനാണ് എൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ. ഓക്കെ, ഇപ്പം എൻ്റെ താഴെയുള്ളൊരു ഡോക്ടറാണ് ഞാൻ ഏൽപ്പിക്കുന്നതെങ്കിൽ, അഡ്വൈസ് ചെയ്യുന്നതെങ്കിൽ ഞാനും വീക്കിലി അതിനകത്തൊരു റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് ആ കേസിന്. ചെയ്തില്ല എന്ന് പറഞ്ഞ് മാറാൻ പറ്റില്ല അല്ലേ? ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അതിപ്പോൾ അത് ലീഗൽ വാലിഡിറ്റി ഇത് വരുന്നത് അസസ്മെൻ്റ് ആണ്. അപ്പം എത്ര പേരാണ് ഇതിനകത്തുള്ളത്? 6 പേര് ആണോ ഈ ടീമിലുണ്ടായിരുന്നു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്? അതിനകത്ത് ഓപ്പറേഷൻ നോട്ട്സും പ്രകാരം 3 ഗൈനക്കോളജിസ്റ്റും പിന്നെ 3 അനസ്തേഷ്യ ഡോക്ടർമാരും ഇതിനകത്ത് കാണും, പിന്നെ ഒരു സ്ക്രബ് നഴ്സും കാണുന്നുണ്ട്. ഇത്രയും പേർക്ക് ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റി വരുന്നുണ്ട് അല്ലേ? അതിനകത്ത് അവരുടെ എക്സ്പ്ലനേഷൻ അവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഈ സർജറി ചെയ്ത് തുന്നിക്കെട്ടിയ ആൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം വരില്ലേ? അതൊരു ടീമല്ലേ, ആ ടീമിനകത്തുള്ളവർക്കെല്ലാം അങ്ങനെയാണ്, ടീമിനാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്. എന്തായാലും ഒരു വീഴ്ച വന്നിട്ടുണ്ട്. ഇവർ പറഞ്ഞ തീയതി എല്ലാം കൃത്യമായി കണക്കിൽ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ അതുണ്ട്. എവിടെയോ ഒരു വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിനകത്ത് യാദൃശ്യമായി എന്തോ സംഭവിച്ചു. അതാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇന്ന് മെഡിക്കൽ കോളേജ് DMEക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അദ്ദേഹം കംപ്ലീറ്റ് രേഖകളും പരിശോധിച്ചിട്ടുണ്ട്. കോവിഡ് കാലം ആയതുകൊണ്ട് തന്നെ സ്റ്റാഫ് ഷോർട്ടേജ് അടക്കം ഉണ്ടായിരുന്നു ആശുപത്രിയിൽ. ഇപ്പോൾ നിലവിൽ ശസ്ത്രക്രിയകൾ അടക്കം നടത്തുന്നത് ഒരു പ്രോട്ടോകോൾ പ്രകാരമാണ്. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരം ഈ ശസ്ത്രക്രിയയ്ക്ക് മുമ്പും ശസ്ത്രക്രിയയ്ക്ക് ശേഷവും അത് നടക്കുന്ന സമയത്തും എന്തൊക്കെ നടന്നു എന്നതിനെ സംബന്ധിച്ച് കൃത്യമായി രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ആശുപത്രിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കോവിഡ് സമയത്ത് നടന്നൊരു സർജറി ആണെങ്കിലും അതിനകത്തൊരു ഈ പറഞ്ഞ പരാതിക്കാരി ഉന്നയിച്ച സമയത്ത് സർജറി നടന്നിട്ടുണ്ടെന്നും അത്തരം കാര്യങ്ങളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇനി വിശദമായ ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചിട്ടുണ്ട്. അവരാണ് ഇതിനകത്ത് റിപ്പോർട്ട് നൽകേണ്ടത്. അത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കൈമാറിയതിനു ശേഷം അദ്ദേഹം ഡോക്ടർ പത്മകുമാർ അത് DMEക്ക് നൽകുന്നതാണ്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. വണ്ടാനം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയ നാളെ നടക്കും. മെഡിക്കൽ ബോർഡ് ഉച്ചയ്ക്ക് ശേഷം യോഗം ചേരും. ഇതിനിടെ ഉഷയുടെ മകനെ ഫോണിൽ വിളിച്ച ആരോഗ്യമന്ത്രി ചികിത്സാ ചെലവ് സർക്കാർ വഹിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും ഉറപ്പു നൽകി. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഉഷ ജോസഫിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. ഇതിനുശേഷം ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരുന്നു. ഇന്ന് CT സ്കാൻ വിധേയമാക്കിയിട്ടുണ്ട്. CT സ്കാൻ ചെയ്ത ശേഷം അതിൻ്റെ ഫലം പരിശോധിച്ച ശേഷമാണ് ശസ്ത്രക്രിയ നാളേക്ക് എന്ന രീതിയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട്. അവരുടെ കൂടി ഒരു അവലോകനത്തിന് ശേഷമാണ് ഒരു അന്തിമ നിർണയത്തിലേക്ക് പോവുക. ഏതായാലും ശസ്ത്രക്രിയ നാളെ എന്ന രീതിയിൽ ഇപ്പോൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദങ്ങളിലേക്ക് വരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അവരെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നത്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. നിയമപരമായി ഈ അനാസ്ഥയ്ക്കെതിരെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് അവരുടെ ഉഷ ജോസഫിൻ്റെ മകൻ ഷിബിൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇതിൽ ഷിബിനെ വിളിച്ച് ആരോഗ്യമന്ത്രി സംസാരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ ഷിബിൻ പറഞ്ഞിരുന്നു ആരും ഇതുവരെയും തങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്ന ആദ്യ പ്രതികരണങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇന്ന് ഉച്ചയോടുകൂടി ഷിബിനോട് ആരോഗ്യമന്ത്രി സംസാരിക്കുകയും ചെയ്തു. ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ തുടർ നടപടികൾ ഉണ്ടാകുമെന്നതെല്ലാം തന്നെ അവർ ഷിബിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആശുപത്രിയിൽ ഇപ്പോൾ നിലവിൽ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നത്. പുലർച്ചെ അവരെ അത്യാഹിത വിഭാഗത്തിലാണ് പ്രവേശിപ്പിച്ചത്. അതിനുശേഷമാണ് പിന്നീട് CT സ്കാൻ അടക്കമുള്ള കാര്യങ്ങൾക്ക് അവരെ വിധേയമാക്കിയത്. ഇതിനുശേഷമാണ് ഒരു വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡിലെ വിവിധ വിഭാഗങ്ങളടങ്ങിയ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുകയും അവർ ഇന്ന് വൈകുന്നേരം ഇത് വിശദമായിട്ട് അവരുടെ ആരോഗ്യനില പരിശോധിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ CT സ്കാൻ ഫലങ്ങൾ പരിശോധിക്കും. ഏതായാലും ശസ്ത്രക്രിയ അത് നാളേക്ക് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് സമാനമായ അനുഭവം നേരിടേണ്ടി വന്ന കോഴിക്കോട് സ്വദേശി ഹർഷനെയും സമരം പുനരാരംഭിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലാണ് സമരസമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തിടത്തോളം കാലം ഇത്തരം സംഭവങ്ങൾ തുടർക്കഥയാകുമെന്നും ആരോഗ്യമന്ത്രി ഉറപ്പു തന്നിട്ടും ഒരു സഹായവും ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും ഹർഷീന ന്യൂസ് 18 പറഞ്ഞു.
ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ശസ്ത്രക്രിയാ ഉപകരണം വയറ്റിൽ കുടുങ്ങിയത് വീണ്ടും ചർച്ചയായി മാറുമ്പോൾ, അല്ലെങ്കിൽ വലിയ വിവാദമായി മാറുമ്പോൾ, സമാനമായ രീതിയിൽ തന്നെ ഇപ്പോഴും ദുരിതങ്ങൾ അനുഭവിക്കുന്ന കോഴിക്കോട് സ്വദേശിനിയായ ഹർഷീന വീണ്ടും സമര മുഖത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ വണ്ടാനത്ത് ഒരു കാര്യം നമ്മൾ കേട്ടിരിക്കുന്നു. ഹർഷീനയ്ക്ക് എന്താണ് സംഭവിച്ചത്? ഇതേ സെയിം സംഭവം, നമ്മളതേ സമാന അനുഭവം ആദ്യമായിട്ടാണ്. പക്ഷെ ഇത്രയും വലിയൊരു ആർട്ടറി ഫോർസെപ്സ് വയറ്റിലിട്ട് 5 വർഷത്തോളം ജീവിച്ചു. അപ്പോൾ അതേ ഒരു അവസ്ഥ, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു വേദന അവരിപ്പം പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ അവരറിയുമ്പോൾ ഉണ്ടാകുന്ന അവരൊരു മാനസികാവസ്ഥ, അതൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത പ്രയാസമുണ്ട്. കാരണം നമ്മൾ അനുഭവിച്ചൊരു കാര്യം ആണല്ലോ നമുക്ക് മനസ്സിലായി. ലോകത്ത് ഏറ്റവും വലിയ ഗുരു എന്ന് പറഞ്ഞാൽ നമ്മൾ അനുഭവമാണെന്ന്. അനുഭവിച്ചൊരു കാര്യം നമുക്കിനി ഒരാൾ പറഞ്ഞിട്ട് മനസ്സിലാക്കണം. അപ്പം അതേ സെയിം ഒരു അവസ്ഥയിൽ ഒരാളെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു വിഷമം. പക്ഷേ ആദ്യമൊക്കെ എന്ത് സംഭവിക്കും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇതിനൊരു പരിഹാരം ഉണ്ടാകും എന്ന്. പക്ഷെ ഈ നമ്മളെ അനുഭവം കൊണ്ട് മനസ്സിലായത് ഇതിനൊരു പരിഹാരം, പ്രത്യേകിച്ച് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ നിന്ന് സംഭവിക്കുന്ന ഇത്തരം മെഡിക്കൽ നെഗ്ലിജൻസിന് ആരോഗ്യവകുപ്പിന്റെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള നടപടി ഉണ്ടാവില്ല, ഒരു പരിഹാരം ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോഴും ഇന്ന് പോലും മന്ത്രി പറഞ്ഞ ഹർഷീനന്റെ കാര്യത്തിൽ നമ്മൾ എല്ലാ ഇടപെടലുകളും ചെയ്തു കഴിഞ്ഞു. സമാശ്വാസം എന്നുള്ള നിലയ്ക്ക് 2 ലക്ഷം രൂപ നൽകി കഴിഞ്ഞു. സമാശ്വാസം എന്ന അല്ലെങ്കിൽ ഒരു ചികിത്സാ സഹായം എന്നുള്ള രൂപത്തിലായിരുന്നു നമ്മൾ അന്ന് സ്വീകരിക്കായിരുന്നു. ഹർഷീനക്ക് മുഴുവൻ നഷ്ടപരിഹാരം, ഇന്നും നാളെ ഇനി മരണം വരെ അനുഭവിക്കുന്ന പ്രയാസത്തിനുള്ള ഒരു നഷ്ടപരിഹാരമായിട്ടാണ് അവർ 2 ലക്ഷം രൂപ നൽകിയത്. അപ്പം നമ്മൾ ചെലവാക്കിയ ലക്ഷക്കണക്കിന് തുക ചെലവാക്കിയാണ് നമ്മൾ 5 വർഷം ചികിത്സിച്ച് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. പല തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി, ചെറിയ സർജറികൾ നടന്നു, ഇൻഫെക്ഷൻ കാരണം ഒരു ഗ്ലാൻഡ് തന്നെ എടുത്ത് കളയേണ്ടി വന്നു, പല രൂപത്തിലുള്ള മരുന്നുകളും പല തരത്തിലുള്ള ചികിത്സകളും നടത്തി. അപ്പം അതിനൊക്കെ ചെലവാക്കിയ ലക്ഷക്കണക്കിന് 1% ഇവർ ഒരു നഷ്ടപരിഹാരം നൽകാൻ നമുക്കത് മതിയായിരുന്നു. പക്ഷെ അതൊന്നും അല്ല. അത് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാ ഇടപെടലുകളും എല്ലാ സഹായം നൽകിയെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പം എന്തെങ്കിലും ഒരു സഹായം, ഒരു പരിഹാരം നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മളിപ്പോഴും ഈ തെരുവിൽ വന്നിരിക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നില്ല. ഒരു തരത്തിലുള്ള സഹായവും വാക്കുകളിൽ, അതല്ലാതെ പ്രവൃത്തിയിൽ ഒരു തരത്തിലുള്ള സഹായം ഇതുവരെ ഉണ്ടായിട്ടില്ല. വാഗ്ദാനങ്ങൾ, അന്വേഷണങ്ങൾ, റിപ്പോർട്ട് തേടൽ, ഇത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒരു പരിഹാരം ഒന്നിലും നടക്കുന്നില്ല. ഇത് ചെയ്തവർക്കെതിരെ ഒരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇനിയും ഇതുപോലെയുള്ള നെഗ്ലിജൻസുകൾ തുടരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത്. ഈ ഫോർസെപ്സ് ആണ് ഇവിടുന്നാണ് എന്ന് തെളിയിക്കാൻ പോലും ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അത് മാസങ്ങൾ നീണ്ട ഒരു അന്വേഷണം തന്നെ നടത്തേണ്ടി വന്നു. ആദ്യം നടത്തിയ ശസ്ത്രക്രിയയുടെ ഫലങ്ങൾ, പിന്നീട് ഈ ഉപകരണം പരിശോധിക്കാം, അല്ലെ, ഒരു വലിയ ഇത് ഇവിടുത്തെ ഉപകരണമാണ് തെളിയിക്കാൻ പോലും ഒരു വലിയ പോരാട്ടം വേണ്ടി വന്നു. MRI സ്കാനിങ്ങിന്റെ റിപ്പോർട്ട് വരെ കൊടുത്തിട്ടും അവർ പലതരത്തിൽ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി അനുഭവിച്ച ആൾക്കറിയാം. പിന്നെ ഇത്രയും തെളിവുകൾ സഹിതം ആയിട്ടും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. കാരണം ഇത് നടപടി സ്വീകരിക്കാനുള്ള മടി, അത് മാത്രമാണ്. അല്ലാതെ ഇതാർക്കും കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവുന്നത് എവിടുന്ന എപ്പോഴാണ് കുടുങ്ങിയെന്നുള്ളത്. അപ്പോൾ അതൊന്നും അംഗീകരിക്കാതെ ഹർഷീനെ വിഴുങ്ങിയതാണ് എന്നുള്ള രൂപത്തിൽ വരെ ഇപ്പൊ അതാ അവരെ കേസിൽ പോലും, പുഷ എന്ന് പറഞ്ഞാൽ അവരെ കേസിൽ പോലും പറയുന്നു, ആ ഡോക്ടർ പറയുന്നത് കേട്ടില്ല, എത്ര പുച്ഛിച്ച് എത്ര ലാഘവത്തോടാ പറയുന്നത്. അത് 50 വർഷം വേണമെങ്കിലും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല, ആർക്ക് സംഭവിക്കില്ല, ഇത് ചെയ്തവർക്കൊന്നും സംഭവിക്കില്ല. അതുകൊണ്ട് ഇത് അനുഭവിക്കുന്നവർക്ക് അനുഭവിച്ചവർക്ക് അറിയാം. അപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാല്, എത്ര കാലമാണെങ്കിൽ ഇതിന് ഒരു പരിഹാരം ആരെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഇല്ലാത്തടത്തോളം കാലം എന്താണ് ഒരിക്കലും ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. ഇതിങ്ങനെ തുടർക്കാം. ഉപകരണം ഉള്ളിൽ കുടുങ്ങിയാൽ പ്രശ്നം ഉണ്ടാകും എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണമാണ് ഹർഷീന, അല്ലേ? തീർച്ചയായും. ഇപ്പോഴും ഞാൻ രോഗിയാണ്, ഇപ്പോഴും ചികിത്സയിലാണ്. ചികിത്സിക്കാനുള്ള പണം പോലും കണ്ടെത്താനാതെ അവസാനത്തെ സർജറിയിൽ ക്രൗഡ് ഫണ്ടിങ്ങിന് പോലും ഇറങ്ങേണ്ടി വന്നു. അന്ന് പോലും ഗവൺമെന്റ് തിരിഞ്ഞു നോക്കിയിട്ടില്ല. പിന്നെ എന്ത് സഹായം ചെയ്തു എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവിന്റെയും മുൻ പ്രതിപക്ഷ നേതാവിന്റെയും അവര് നൽകിയ ചികിത്സാ സഹായം കൊണ്ടാണ് ഇപ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് തരത്തിലുള്ള സഹായം, വെറുതെ നാവ് കൊണ്ടുള്ള സഹായമാണോ ഒരു കേരളത്തിന്റെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രി ഇത്രയും വലിയൊരു ദുരിതം അനുഭവിച്ചവർക്ക് നൽകുന്നത്? എന്നിട്ട് തള്ളി മറിക്കുക വീണ്ടും ഞങ്ങളെല്ലാ സഹായവും ചെയ്തു കഴിഞ്ഞു. എന്നിട്ടും വെറുതെ ഇവിടെ അങ്ങനെ ഈ ഒരു റംസാൻ കാലത്തും ഈ ഒരു തെരുവിലേക്ക് വന്ന് വെയിലത്ത് വന്ന് ഇരിക്കണമെങ്കിൽ എത്രത്തോളം പ്രയാസം ഉണ്ടാവുന്നു മനുഷ്യർക്ക് ഊഹിച്ചറിയില്ല. ജനങ്ങൾ കാണുന്നില്ല. അവർ അന്നത്തെ പ്രസ്താവനയും നിരന്തരം ഓരോ പ്രസ്താവനകളും കാണുന്നില്ലേ. അല്ലാതെ അന്ന് വേറെന്തൊക്കെയോ പറഞ്ഞു, അത് ഞങ്ങൾ മറന്ന് ഇതാ ഇന്ന് പറയുന്ന അങ്ങ് വിശ്വസിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം കഴിഞ്ഞു, ഹർഷീനക്ക് എല്ലാ പരിഹാരമായി എന്ന് പറയുമ്പോൾ അതാണോ പരിഹാരം? അപ്പോൾ ഇതൊരു വ്യക്തിപരമായ പിഴവിൽ ഉപരി
ഒരു സംവിധാനത്തിന്റെ തകരാറാണെന്ന് തന്നെയാണ് ഹർഷീന വിശ്വസിക്കുന്നത്. കാരണം ഹർഷീനയുടെ കേസ് വന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു, അതേ സംഭവം ആവർത്തിക്കുമ്പോൾ പലയിടത്തും ആവർത്തിച്ചിരിക്കുകയാണ്. ഓരോന്നും ഒറ്റപ്പെട്ട സംഭവമാക്കി ഇങ്ങനെ പോവാന്നല്ലാതെ ഒരു സിസ്റ്റം ഫെയിലിയർ ആണ്, അതിലൊരു സംശയമില്ല. പക്ഷേ ഒരു 5 വർഷം കൊണ്ട്, ഇത് ഭരണ കാലയളവ് തീരാനായി, 5 വർഷം കൊണ്ട് ഈ സിസ്റ്റത്തിന് ഒരു മാറ്റം വരുത്താൻ കഴിഞ്ഞില്ലേ. പിന്നെ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് എന്താ, കുറെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുക, ഉദ്ഘാടനം ചെയ്യുക, ഫേസ്ബുക്കിൽ തള്ളുക എന്നുള്ളത് മാത്രമാണോ ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയുടെ ചുമതല ഒരു സംസ്ഥാനത്തിന്റെ? അല്ലാതെ ഇവിടെ സിസ്റ്റം ഫെയിലിയർ ആണ്. ആ സിസ്റ്റം നന്നാക്കാനുള്ള ആരാ? നമ്മൾ സാധാരണ പൊതുജനങ്ങളാണോ നന്നാക്കേണ്ടത്? അപ്പൊ അത് നന്നാക്കിയിട്ട് ജനങ്ങൾക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനങ്ങൾക്കുള്ള വിശ്വാസ്യത കൂടെ ഇവിടെ നഷ്ടപ്പെടുകയാണ്. കാരണം ജനങ്ങൾക്ക് പോകാൻ, സാധാരണക്കാരെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് വലിയ മൾട്ടി സ്പെഷ്യൽ ഹോസ്പിറ്റലിലൊന്നും പോയി ചികിത്സിക്കാൻ കഴിയില്ല. അപ്പം അതുകൂടി ഇവിടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിനൊക്കെ ഒരു പരിഹാരം ആരോഗ്യവകുപ്പ് കണ്ടിട്ടില്ലെങ്കിൽ വൻ പരാജയമാണെന്ന് അവർ തുറന്ന് സമ്മതിച്ചേ പറ്റൂ. അല്ലാതെ വെറുതെ തള്ളി മറിച്ചിട്ടൊന്നും കാര്യം. ഒരു നഷ്ടപരിഹാരം അർഹമായ വേണം, അതാണ് ഇപ്പോഴത്തെ. തീർച്ചയായും വേണം. നമുക്ക് നഷ്ടപ്പെട്ട ഒരു സാമ്പത്തിക പരിഹാരമെങ്കിലും തന്നേ പറ്റൂ. നമ്മൾ അനുഭവിച്ച വേദനക്കോ ഇനി അനുഭവിക്കാനിരിക്കുന്ന വേദനക്കൊന്നും ഒരാൾക്കൊരു പരിഹാരം നൽകാൻ കഴിയില്ല. അത് പടച്ചോന്ന് തന്നോളും. പക്ഷെ നമുക്ക് സാമ്പത്തികമായി നഷ്ടപ്പെട്ട, അവര് കാരണം നഷ്ടപ്പെട്ട, അതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റും. എന്തായാലും കേവലം ഇതൊരു ഒറ്റപ്പെട്ട കേസല്ല. കാരണം തന്റെ സംഭവത്തിൽ ഉണ്ടായത് അതേപടി ആലപ്പുഴയിലും ആവർത്തിച്ചിരിക്കുന്നു. ഇതൊരു സംവിധാനത്തിന്റെ പരാജയമാണ്. അതുകൊണ്ട് കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായാണ് വീണ്ടും ഹർഷീന സമരമുഖത്ത് ഇറങ്ങിയിരിക്കുന്നത്. കോന്നി മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുകൾ കോൺഗ്രസ് പ്രതിഷേധം. ആശുപത്രിയിലേക്ക് പ്രവർത്തകർ മാർച്ച് സംഘടിപ്പിച്ചു. സൂപ്രണ്ടിനെ പ്രവർത്തകർ ഉപരോധിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കൈയൊടിഞ്ഞതിനെ തുടർന്ന് കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടത്തിയ ശസ്ത്രക്രിയയിൽ പിഴവെന്നായിരുന്നു പരാതി. അരിവാപ്പുലം സ്വദേശി ഷാജഹാനാണ് പോലീസിൽ പരാതി നൽകിയത്. കോന്നി മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് ഇന്ന് രാവിലെ പ്രതിഷേധ മാർച്ചും സമരവും സംഘടിപ്പിച്ചത്. രാവിലെ എത്തിയ പ്രവർത്തകർ മെഡിക്കൽ കോളേജിന്റെ കവാടത്തിലെത്തിയതിനു ശേഷം പിന്നീട് പോലീസ് തടഞ്ഞു. അതിനുശേഷം DCC പ്രസിഡന്റ് അടക്കമുള്ള ഭാരവാഹികളെ കടത്തിവിടാൻ പോലീസ് വിസമ്മതിച്ചു. തുടർന്ന് തർക്കമുണ്ടായി. അതിനുശേഷമാണ് ഈ പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ നേരിട്ട് കാണുകയും ഈ വിഷയം അവതരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിൽ ഇത്തരമൊരു ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൃത്യമായൊരു മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സൂപ്രണ്ടുമായി സംസാരിക്കുമ്പോൾ പറയുന്നത് ചെറിയ മെഡിക്കൽ കോളേജിലാണ്, ഇവിടുത്തെ സൗകര്യങ്ങൾ പരിമിതമാണ്, ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. 14 വയസ്സുകാരനായ ഒരു കുട്ടിയുടെ കൈ ഓപ്പറേഷൻ ചെയ്തതിലുണ്ടായ ചികിത്സാ പിഴവാണ് ഈ സമരത്തിന് നയിച്ചത്. അത് പ്രധാനമായും തൻസീർ എന്ന് പറയുന്ന കുട്ടിയുടെ, അരുവാപ്പുലം പഞ്ചായത്തിൽ തന്നെ മെഡിക്കൽ കോളേജിന് സമീപം താമസിക്കുന്ന അരുവാപ്പുലം പഞ്ചായത്തിലുള്ള കുട്ടിയാണത്. 14 വയസ്സാണ്. അപ്പോൾ കൈ ഒടിഞ്ഞ് അത് ചികിത്സിക്കാൻ വേണ്ടിയാണ് മെഡിക്കൽ കോളേജിൽ എത്തിയത്. പക്ഷേ ആ ചികിത്സ 2.5 മാസക്കാലം നടത്തിയെങ്കിലും ആ ചികിത്സയിലൂടെ പിഴവ് സംഭവിക്കുകയും കൈ നേരെയാകാതാവുകയും കൈ വളഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷമാണ് തൻസീറിൻ്റെ കൈ നേരെയാക്കാൻ അച്ഛനമ്മമാർ കഴിഞ്ഞത്. അത് 2.5 ലക്ഷം രൂപയോളം തുക അവർക്ക് ചെലവാകുകയും ചെയ്തു. ഇതിൽ പ്രതിഷേധിച്ചാണ്, ചികിത്സാ പിഴവിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് കോന്നി പോലീസിൽ പരാതി നൽകിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ പിഴവ് ഇവിടെ ഉണ്ടായെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. അതിൻ്റെ പ്രതിഷേധമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉണ്ടായത്. അദ്ദേഹം കോൺഗ്രസ് നേതാക്കളടക്കം നിരവധി പേർ മാർച്ചും പ്രതിഷേധ സമരവും സംഘടിപ്പിച്ചു. ഓഫീസിലെത്തി അരമണിക്കൂറോളം ഈ സൂപ്രണ്ടിനെ ആശുപത്രിയിൽ ഉപരോധിക്കുകയും ചെയ്തു. എന്തായാലും ഒരു കൃത്യമായ ഒരു മറുപടി ഇത് സംബന്ധിച്ച് ആശുപത്രി സൂപ്രണ്ട് ഇതുവരെ നൽകിയിട്ടില്ല. ചെറിയ മെഡിക്കൽ കോളേജാണ്, സൗകര്യങ്ങൾ പരിമിതമാണെന്നുള്ള കാര്യം മാത്രമാണ് അദ്ദേഹം പറയുന്നത്. എത്തരത്തിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊരു കൃത്യമായ മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അരമണിക്കൂറോളം ഈ ആശുപത്രിയിൽ പ്രതിഷേധിച്ച ശേഷമാണ് പിന്നീട് സമരം കോൺഗ്രസ് പ്രവർത്തകർ അവസാനിപ്പിച്ചത്. സർക്കാർ ആശുപത്രികളിൽ അനാസ്ഥയുണ്ടാകുമ്പോൾ അവരെ സഹായിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലേക്ക് ചെന്നാൽ താലൂക്ക് ആശുപത്രികളിലേക്കും ജില്ലാ ആശുപത്രികളിലേക്കുമാണ് റഫർ ചെയ്യുന്നത്. കേരളത്തിന്റെ ഇരുണ്ട യുഗമാണ് കഴിഞ്ഞു പോയതെന്നും സതീശൻ പറഞ്ഞു. ഹർഷീനയ്ക്ക് ഒരു സഹായവും സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. ചികിത്സാ സഹായം പ്രതിപക്ഷമാണ് നോക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന പ്രതിപക്ഷ ആരോപണത്തിന് അടിവരയിടുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. ഇപ്പൊ മെഡിക്കൽ കോളേജുകളിൽ, കേരളത്തിലെ പല മെഡിക്കൽ കോളേജുകളും
സാധാരണ താലൂക്ക് ആശുപത്രിയിൽ നിന്നും ജില്ലാ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് റെഫറൻസാണ്. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചെന്നാൽ പേഷ്യന്റ് ചെന്നാൽ താലൂക്ക് ആശുപത്രിയിലേക്കും ജില്ലാ ആശുപത്രിയിലേക്ക് റിവേഴ്സ് റെഫറൻസ് ആണ്. വളരെ അവഗണന നിറഞ്ഞ സമീപനമാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടും, ആ റിപ്പോർട്ട് മേടിച്ചു വയ്ക്കും. അത് തന്നെ ഇപ്പൊ വോള്യങ്ങൾ ഉണ്ടാവും. ഈ ഹസീനയുടെ വിഷയം നിയമസഭയിൽ പറഞ്ഞതാണ്, മന്ത്രിയോട് പറഞ്ഞതാണ്. അവർക്കൊരു സഹായവും ചെയ്യുന്നില്ല. ഇപ്പൊ അവരുടെ ചികിത്സാ ചെലവ് പ്രതിപക്ഷമാണ് നടത്തുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവത്തിൽ ഹർഷീനയെ ദ്രോഹിക്കുന്ന സാഡിസ്റ്റ് സമീപനമാണ് ആരോഗ്യവകുപ്പ് സ്വീകരിക്കുന്നതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സർക്കാരിന്റെ അവകാശവാദങ്ങൾ തകർന്നടിഞ്ഞു. ഉഷയുടെ കാര്യത്തിൽ മന്ത്രി മറുപടി പറയണം. മതിയായ നഷ്ടപരിഹാരം നൽകണമെന്നും സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. അവരെ സർക്കാർ സംവിധാനങ്ങൾ സത്യത്തിൽ ദ്രോഹിക്കുന്ന ഒരു സാഡിസ്റ്റ് മനോഭാവമാണ് ഗവൺമെന്റ്, ആരോഗ്യവകുപ്പ്, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ സ്വീകരിച്ചത്. ഇവിടെ പറയുന്ന ന്യായങ്ങൾ ആർക്കും ബോധ്യം വരുന്നതല്ല. ആരോഗ്യ മേഖലയെ സംബന്ധിച്ച സർക്കാരിന്റെ അവകാശവാദങ്ങൾ ഓരോ ദിവസം ചെല്ലുന്തോറും തകർന്ന തരിപ്പണമാകുന്ന ചിത്രമാണ് കാണാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ വന്നിട്ടുള്ള കഷ്ടനഷ്ടങ്ങൾക്ക്, ശാരീരിക മാനസിക പീഡനങ്ങൾക്ക്, പ്രയാസങ്ങൾക്ക് ഉത്തരവാദി ഗവൺമെന്റ് തന്നെയാണ്. അവർക്ക് ഉചിതമായ ന്യായമായ നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം. അവരെ പീഡിപ്പിക്കുന്നതിനും വേദനിപ്പിക്കുന്നതിനും പകരം ഉത്തരവാദികൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയുണ്ടാകും. ആരോഗ്യമേഖലയിലെ സിസ്റ്റം നന്നാവണമെങ്കിൽ ആരോഗ്യമന്ത്രി മാറണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഹർഷീനയുടെ ഗതി ഉഷയ്ക്കുണ്ടാവരുത്. കുടുംബത്തിന് കോൺഗ്രസ് എല്ലാവിധ സഹായവും നൽകും. സർക്കാർ കൃത്യമായ നഷ്ടപരിഹാരം നൽകണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ആരോഗ്യവകുപ്പിന്റെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. മാത്രമല്ല, ഡോക്ടേഴ്സ് ഇത്ര അനാസ്ഥയോടെ പെരുമാറുന്നത് അതൊന്നും ശരിയായ നടപടിയല്ല. സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം, ചികിത്സാ ചെലവ് വഹിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതാണ്. ഹർഷിതയുടെ അനുഭവം ഉണ്ടാവരുത്. സിസ്റ്റം നേരെയാവണമെങ്കിൽ ഇവരൊക്കെ മാറണം. ഇനി ആരോഗ്യവകുപ്പിൽ നിന്ന് വീണ ജോർജ് തന്നെ മാറിയാലേ ഈ സിസ്റ്റം ശരിയാവുള്ളൂ. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരു ഗൗരവതരമായ നടപടികൾ ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകുന്നില്ല. ഹർഷിത വലിയൊരു ഉദാഹരണമാണ് കേരളത്തിൽ മുമ്പിൽ. അതേപോലെയാണ് ഇപ്പോൾ ഈ ഉഷയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത്. രോഗികൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായാൽ അവർ സർക്കാർ ആശുപത്രിയിലേക്ക് പോകാൻ ഭയപ്പെടുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്ന് മനസ്സിലാകുന്നില്ല. ആകെ പ്രശ്നത്തിൽ നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അബുദാബിയിൽ പോയി കേരളത്തിലെ ആരോഗ്യരംഗം അമേരിക്കയെ കടത്തിവെട്ടിയെന്ന് അവകാശപ്പെടുന്നതെന്നും മുരളീധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആ വകുപ്പ് വെന്റിലേറ്ററിലാണോ മോർച്ചറിയിലാണോ എന്നാണ് സംശയം. ഈ സ്ത്രീ 5 വർഷം ഈ വേദന സഹിച്ച്, ഞാൻ പറഞ്ഞല്ലോ, മൂത്രത്തിൽ ബ്ലഡ് വരെ കണ്ടു, എന്തുമാത്രം വേദന സ്ത്രീ അനുഭവിച്ചു. ഇതേ സ്ഥിതിയാണ് ഹർഷീനയും പറഞ്ഞത്. ഇപ്പോൾ കത്രിക എത്ര വർഷം വയറ്റിലിരുന്നാലും കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ ഗവേഷണമാണോ നടത്തേണ്ടത്? ഇപ്പോൾ വയറ്റിലുള്ള കുട്ടീനെയോ ഗർഭപാത്രത്തിനെയോ പുറത്തെടുത്താൽ വയറ്റിലേക്ക് ഒരു കത്രിക ഫ്രീ എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇത്രയും ലാഘവത്തോടുകൂടെ സർക്കാർ ആശുപത്രികളിൽ രോഗികൾക്ക് തിക്താനുഭവം ഉണ്ടായാൽ പിന്നെ സർക്കാർ ആശുപത്രിയിൽ പോകാൻ ജനങ്ങൾ ഭയപ്പെടില്ല. എന്തുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിലൊരു ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നില്ല? അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് മെഡിക്കൽ കൗൺസിൽ സ്വീകരിക്കേണ്ടതാണ്. പിന്നെ ഡോക്ടേഴ്സിൻ്റെ അസോസിയേഷൻ തീരുമാനിക്കേണ്ട. ഹർഷീന എത്ര ദിവസം സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ സമരം ചെയ്തു? അപ്പോൾ ഇതൊക്കെ കണ്ടില്ല എന്നടിക്കുമ്പോൾ കൂടുതൽ തെറ്റുകൾ സംഭവിക്കുക. ഇക്കാര്യം വളരെ ഗൗരവത്തിൽ സർക്കാർ കാണേണ്ടതാണ്. അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിൽ സാധാരണക്കാരായിട്ടുള്ള രോഗികൾ ചെല്ലാൻ ഭയപ്പെടുന്നൊരവസ്ഥയിലേക്ക് സംസ്ഥാനം നീങ്ങിക്കൊണ്ടിരിക്കും. ഇതുകൊണ്ട് ആരോഗ്യവകുപ്പിൻ്റെ കാര്യത്തിൽ വളരെ ദയനീയ പരാജയമാണ് ആരോഗ്യവകുപ്പ്. ഇക്കാര്യത്തിൽ അടിയന്തരമായി എന്തെങ്കിലും നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായില്ലെങ്കിൽ ജനങ്ങൾ മൊത്തം ഈ സർക്കാരിൻ്റെ ആരോഗ്യ നയത്തിനെതിരെ രംഗത്ത് വരേണ്ട അവസ്ഥയിലാണ് ഈ സംസ്ഥാനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഷാനിമോൾ ഉസ്മാൻ ആവശ്യപ്പെട്ടു. ഗുരുതരമായ അനാസ്ഥയാണ് സംഭവിച്ചത്. സർക്കാരിന് ഫ്ലക്സ് ബോർഡുകൾ വെക്കുന്നതിൽ മാത്രമാണ് ശ്രദ്ധ. PR വർക്കുകൾ കൊണ്ട് അനാസ്ഥ മൂടിവെക്കാനാവില്ലെന്നും ഷാനിമോൾ ഉസ്മാൻ പറഞ്ഞു. ആരോഗ്യ കേരളം ഒന്നാമത് എന്ന് പറഞ്ഞുകൊണ്ട് കൂറ്റൻ ബോർഡുകൾ സ്ഥാപിച്ച് കേരളത്തിലെ സർക്കാരും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ വകുപ്പിൻ്റെ പിഴവുകൾ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട്ട് ഹർഷിനയുടെ വയറിനകത്ത് 12 സെൻറ്റിമീറ്റർ നീളമുള്ള കത്രിക വെച്ചാണ് ആ പെൺകുട്ടിക്ക് ജീവിക്കേണ്ടതായി വന്നിട്ടുള്ളത്.
ഈ പിഴവുകളെ സംബന്ധിച്ച് പറയുമ്പോഴും ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പിഴവുകളെ വളരെ ലാഘവത്തോടു കൂടി കാണുന്ന സർക്കാർ സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള നിലപാട് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഇന്ന് തന്നെ രാജിവെക്കണമെന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർമാരുടെ സമരത്തിൽ സംസ്ഥാന മെഡിക്കൽ കോളേജുകൾ താറുമാറായി. ശസ്ത്രക്രിയകളും OPയും മുടങ്ങിയതോടെ രോഗികൾ വലഞ്ഞു. സർക്കാർ പ്രഖ്യാപിച്ച ഡയസ്നോൺ നിലവിൽ വന്നെങ്കിലും ഹാജർ രേഖകളടക്കം വകുപ്പ് മേധാവികൾ കൈമാറിയിട്ടില്ല. സർക്കാർ നിലപാട് മാറ്റിയില്ലെങ്കിൽ സമരം കൂടുതൽ കടുപ്പിക്കാനാണ് KGM-CTA തീരുമാനം. അടിയന്തരമായ ശസ്ത്രക്രിയകൾ മാത്രം ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള ശസ്ത്രക്രിയ സൗകര്യങ്ങളും OP സൗകര്യങ്ങളും ഒഴിവാക്കിയതോടെ സംസ്ഥാനത്തുടനീളമുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികൾ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇന്നത്തെ ദിവസം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു അനിശ്ചിതകാല OP സമരത്തിനൊപ്പം തന്നെ ഇത്തരത്തിൽ ശസ്ത്രക്രിയകളും മറ്റ് അടിയന്തര സേവനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് അടിയന്തരമല്ലാത്ത സേവനങ്ങളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഡോക്ടർമാർ സമരം കടുപ്പിച്ചത്. പക്ഷേ അതിനുശേഷവും സർക്കാർ സമവായ നീക്കങ്ങൾ നടത്തുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഇന്നത്തെ ദിവസം മുതൽ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് നിലവിൽ വന്നു. പക്ഷേ അതിൽ വകുപ്പ് മേധാവികൾ കൃത്യമായി ഹാജർ രേഖകളോ പഞ്ചിങ് ഡീറ്റെയിൽസോ ഇപ്പോൾ DMAക്ക് കൈമാറിയിട്ടില്ല എന്നാണ് ലഭിക്കുന്ന വിവരം. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഇക്കാര്യത്തിൽ രേഖാമൂലം കത്ത് നൽകിയിരുന്നു DMAക്ക്. പക്ഷേ വകുപ്പ് മേധാവികൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ രേഖകൾ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ നടപടിയെടുക്കാൻ ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് മുൻപിൽ വേറെ വഴികളില്ലാത്ത അവസ്ഥയുമാണ്. എന്തു തന്നെയായാലും ഇതിൽ പ്രധാനമായി വെല്ലുവിളി നേരിടുന്നത് ജനങ്ങളാണ്. സാധാരണ രീതിയിൽ നമുക്കറിയാം മെഡിക്കൽ കോളേജുകളിൽ വളരെയധികം മുൻപ് തന്നെ ആഴ്ചകൾക്കും മാസങ്ങൾക്ക് മുൻപ് നൽകുന്ന ഡേറ്റുകളിലാണ് ശസ്ത്രക്രിയയും മറ്റ് ചികിത്സകളടക്കം നടക്കുന്നത്. ഇത് കണക്കാക്കിക്കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികൾ ഡോക്ടർമാരുടെ സമരം മൂലം വലിയ ബുദ്ധിമുട്ട് നേരിടുന്നു. മാത്രമല്ല സ്വകാര്യ ആശുപത്രികളിലടക്കം ചികിത്സയ്ക്കായി എത്തേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുമുണ്ട്. അതിനൊപ്പം തന്നെ ഇതൊരു സമവായ ചർച്ചകളില്ല, സർക്കാർ തങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിക്കില്ല എന്നൊരു നിലപാടാണെങ്കിൽ 26-ാം തീയതി മുതൽ കൂടുതൽ ശക്തമായ രീതിയിൽ സമരം കടുപ്പിക്കാനാണ് KGM-CTA തീരുമാനം. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി നടത്തുന്ന പരീക്ഷകളിൽ നിസ്സഹകരണം നടത്തും. ആ പരീക്ഷകളുടെ പല ചാർജുകളുള്ള ഡോക്ടർമാരുണ്ട്, അവരെല്ലാം ഈ പരീക്ഷാ ജോലികളിൽ നിന്ന് മാറി നിൽക്കും. അതോടുകൂടി ഈ ഒരു ചികിത്സയ്ക്കൊപ്പം തന്നെ ആരോഗ്യ മേഖലയിലെ വിദ്യാഭ്യാസവും വലിയ പ്രതിസന്ധി നേരിടാനുള്ള സാധ്യതയുണ്ട്. സർക്കാർ ഈ സമരത്തെ അടിച്ചമർത്താനും ഒപ്പം ഒരു കൊമ്പ് കോർക്കാനുള്ള നീക്കം നടത്തുമ്പോഴും അതിനിടയിൽ സർക്കാരിനും ഡോക്ടർമാരുടെയും ഇടയിൽപ്പെട്ട് വലയുന്നത് സാധാരണക്കാരാണ്. എന്തു തന്നെയായാലും അധികം വൈകാതെ തന്നെ വളരെ വലിയ പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യരംഗം, അതായത് ഒരു ഭാഗത്തെ ചികിത്സാ പിഴവും മറ്റൊരു ഭാഗത്തെ ഡോക്ടർമാരുടെ സമരത്തിനും ഇടയിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുന്ന ആരോഗ്യവകുപ്പ് ഈ പ്രതിസന്ധികൾ വളരെ എളുപ്പത്തിൽ മറികടക്കാനുള്ളൊരു ശ്രമം സമവായ ചർച്ചകളിലൂടെയും മറ്റും നടത്താനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. ക്യാമറമാൻ സന്തോഷിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം. ശബരിമലയിലെ യുവതീ പ്രവേശനത്തെ തടഞ്ഞതിന്റെ പ്രതികാരം തീർക്കാനാണ് തന്നെ കേസിൽ കുടുക്കിയതെന്ന് തന്ത്രി കണ്ഠരര് രാജീവരര്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ കയറ്റിയത് താനാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയായിരുന്നെന്നുള്ള ഗുരുതര ആരോപണമാണ് രാജീവരര് ജാമ്യാപേക്ഷയിൽ ഉന്നയിച്ചത്. ഇതിനിടെ കട്ടളപ്പാളി കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിന് സ്വാഭാവിക ജാമ്യം കിട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രിയെ ജയിലിലിട്ടത് എന്തിനെന്ന് SIT പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെളിവിന്റെ ഒരംശം പോലും ഇല്ല എന്നാണ് കോടതി പറഞ്ഞത്. എന്താണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമെന്ന് പറയണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. ഒരു തെളിവുമില്ലാതെ ഈ ഒരു കുറ്റകൃത്യത്തിൽ ഒരു പങ്കാളിത്തവും ഇല്ലാതെ ശബരിമല തന്ത്രിയെ പോലെ ഒരാളെ 41 ദിവസം ജയിലിലിട്ടത് എന്തിനാണ് എന്ന് SIT പറയണം. കാരണം CPM നേതാക്കൾക്കെതിരായി ആരോപണങ്ങൾ മൂർച്ച വെച്ചപ്പോൾ അതിൽ നിന്നും വഴിതിരിച്ചു വിടുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്വാധീനത്തിൽ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തെന്നുള്ളൊരു ആരോപണമുണ്ട്. അല്ല, ഞാൻ നിരപരാധിയാണെന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. ഒരാളെ തന്ത്രിയെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ പങ്കാളിത്തം, എന്ത് കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്, ഏത് ഒഫൻസാണ് ചെയ്തിട്ടുള്ളത്, ഏത് സെക്ഷനാണ് അദ്ദേഹത്തിനെതിരായി അട്രാക്ട് ചെയ്യപ്പെടുന്നത് എന്ന് പറയണ്ടേ? പറഞ്ഞില്ല. അതെന്നെ കോടതി പറഞ്ഞത്. കോടതി പറഞ്ഞത് അയോട്ട ഓഫ് എവിഡൻസ് പോലും ഇല്ലെന്ന, തെളിവിന്റെ ഒരു അംശം പോലും ഇല്ല എന്നാ പറഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചു. സുപ്രീം കോടതി ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ആവശ്യമുള്ളപ്പോൾ SITക്ക് മുൻപ് ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് മുൻകൂർ ജാമ്യം കിട്ടിയത്. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ. തൃശൂർ പൂരം കലക്കലിൽ CPIയിൽ ഭിന്നത ശക്തം. പൂരം കലക്കിയതിന് പിന്നിൽ പോലീസെന്ന മന്ത്രി K. രാജന്റെ നിലപാട് VS സുനിൽകുമാർ തള്ളി. വീഴ്ച സംഭവിച്ചത് ജില്ലാ കളക്ടർക്കാണെന്ന് സുനിൽകുമാർ
അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത് റവന്യൂ മന്ത്രിയെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമമെന്നാണ് വിമർശനം. വിവാദത്തിൽ ചർച്ച വിലക്കിയ CPI ഈ ഘട്ടത്തിൽ ചർച്ച ഗുണം ചെയ്യില്ലെന്ന നിലപാടിലാണ്. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ CPIയിൽ രണ്ടഭിപ്രായമുണ്ടെന്ന സൂചനകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. പോലീസിന്റെ വീഴ്ചയാണ് പൂരം കലക്കലിൽ പ്രധാനമായി ഉണ്ടായതെന്ന ഒരു വിലയിരുത്തലാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം നടത്തിയത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി K രാജനും അതേ നിലപാടായിരുന്നു. അദ്ദേഹം അന്വേഷണ സംഘം നൽകിയ മൊഴിയിലും പോലീസിന്റെ വീഴ്ച പരിശോധിക്കണം, പ്രത്യേകിച്ച് ADGP MR അജിത്കുമാറിന്റെ ഇടപെടലുകൾ സംബന്ധിച്ച് പലതവണ ഫോണിൽ വിളിച്ചിട്ടും അദ്ദേഹം കോൾ അറ്റൻഡ് ചെയ്യാൻ പോലും തയ്യാറായില്ല. അദ്ദേഹത്തിന്റെ വീഴ്ച അന്വേഷിക്കണമെന്ന ആവശ്യമാണ് പ്രധാനമായും CPI മുന്നോട്ട് വച്ചത്. എന്നാൽ അതിന് വിരുദ്ധമായ ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് തൃശൂരിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവ് VS സുനിൽകുമാറിന് ഉള്ളത്. VS സുനിൽകുമാർ അന്വേഷണ സംഘം നൽകിയ മൊഴിയിലും പോലീസിന്റെ വീഴ്ചയല്ല, പകരം ജില്ലാ ഭരണകൂടത്തിന്റെ വീഴ്ച പരിശോധിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചതായാണ് സൂചനകൾ പുറത്തുവരുന്നത്. അതാണ് CPI നേതൃത്വത്തെ പ്രകോപിപ്പിക്കുന്നത്. ഇന്നലെ തൃശൂരിൽ നടന്ന ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിൽ സുനിൽകുമാറിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു. ഇടപെട്ട് സംസാരിച്ച മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും സുനിൽകുമാറിനെതിരെ വിമർശനം ഉന്നയിക്കുകയായിരുന്നു. ഒന്നാം പ്രതി കളക്ടർ എന്ന് പറയാൻ ആരാണ് സുനിലിനെ ചുമതലപ്പെടുത്തിയെന്ന ചോദ്യമാണ് ബിനോയ് വിശ്വം എക്സിക്യൂട്ടീവിൽ ഉന്നയിച്ചത്. ഇത്തരം പ്രതികരണങ്ങൾ ആവർത്തിക്കുന്ന താക്കീത് രൂപത്തിലുള്ള ഒരു നിലപാടും ബിനോയ് വിശ്വം സ്വീകരിച്ചു. സുനിൽകുമാറിന്റെ വിമർശനത്തിലുള്ള അതിർത്തി, അതായത് ജില്ലാ ഭരണകൂടത്തിലാണ് വീഴ്ച പറ്റിയതെന്ന സുനിൽകുമാറിന്റെ അഭിപ്രായം ശരിയല്ല. അതിന്റെ അതിർത്തി മന്ത്രി K രാജൻ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു. തുടർന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറിയുടെ ഇടപെടൽ. ചർച്ചയിലും അതേ വികാരമാണ് അവിടെ ഉയർന്നു വന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി പാർട്ടിയിൽ തുടർ ചർച്ചകൾ വേണ്ട, ഈ ഘട്ടത്തിൽ ചർച്ച നടക്കുന്ന ഗുണകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തുടർ ചർച്ചകളെ വിലക്കുകയാണ് CPI സംസ്ഥാന നേതൃത്വം. ചർച്ചയില്ല അതിനെപ്പറ്റി, ചർച്ചക്കാരും പോകാൻ പാടില്ല. ഈ സമയത്ത് ആ റിപ്പോർട്ടിനെ പറ്റി ചാടിക്കയറി ചർച്ചയ്ക്ക് CPI പോകാൻ പാടില്ല. അതാണ് CPI തീരുമാനം. പോലീസിനല്ല ജില്ലാ ഭരണകൂടത്തിനാണ് വീഴ്ചയെന്ന് സുനിൽകുമാർ പറയുന്നത് മന്ത്രി K രാജൻ ലക്ഷ്യമിട്ടെന്നാണ് CPIയിലെ വിലയിരുത്തലുകൾ. അതായത് ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച വന്നാൽ കളക്ടർ അതിൽ വീഴ്ചയ്ക്ക് പ്രധാന ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വിമർശനങ്ങൾ നീണ്ടുപോകേണ്ടത് റവന്യൂ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയിലേക്കാണ്, റവന്യൂ വകുപ്പിലേക്കാണ്. അത് K രാജനെ കൊണ്ട് ലക്ഷ്യമിട്ടുള്ള വിമർശനമാണ് സുനിൽകുമാർ നടത്തിയത്. ആ ഒരു വിശദീകരണമാണ് സുനിൽകുമാർ നടത്തിയതെന്നാണ് CPI കരുതുന്നത്. അതുകൊണ്ടാണ് പാർട്ടി നേതൃത്വം ശക്തമായി സുനിൽകുമാർ വിമർശിക്കുകയും ഈ വിഷയത്തിൽ തുടർ ചർച്ചകൾ വേണ്ടെന്ന കർശന നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. നമുക്കിനി സ്വർണം വെള്ളി നിരക്കുകൾ കാണാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,315, പവന് 1,14,520. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,820, പവന് 94,560. വെള്ളി ഗ്രാമിന് 270, കിലോയ്ക്ക് 2,70,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്പോട്ട് ലൈവിൽ ടോം കുര്യാക്കോസ് ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.